സോ ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ ബ്രൂട്ടോ. സോ ഗൈസ്, അപ്പം നിങ്ങൾ ഈ ഒരു തമിഴിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റ്, ക്രിപ്റ്റോ മാർക്കറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഫോറക്സ് മാർക്കറ്റിലേക്ക് എങ്ങനെ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് പേപ്പർ റെഡി ചെയ്യാമെന്നാണ്. അതായത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജീസ് ഒക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്യാനോ അതിനൊക്കെ എങ്ങനെ നമുക്കൊരു പേപ്പർ റെഡി ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ക്രിപ്റ്റോ മാർക്കറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഫോറക്സിലൊക്കെ എങ്ങനെ നമുക്ക് ഈ ഒരു എന്താ പേപ്പർ റെഡി ചെയ്യാമെന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ലാഗ് അടിപ്പിക്കുകയാണ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ ആ ഒരു ട്രേഡിംഗിൻ്റെ ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊരു ചാർട്ടിലാണോ അത് ഏതൊരു പേരിലാണോ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ ട്രേഡിംഗ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പേരിൻ്റെ ചാർട്ട് ജസ്റ്റ് ലോഞ്ച് ചെയ്യാൻ. ഇപ്പോൾ ജസ്റ്റ് BTCയിലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് കാണിച്ചു തരാൻ പോകുന്നത്. സോ അതിനായിട്ട് ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഒരു എന്താ പറയുക ഏത് ചാർട്ടാണെന്ന് വെച്ചാൽ ആ ഒരു ചാർട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ ഇവിടെ എന്താ പറയുക ഒരു ട്രേഡിംഗ് പാനൽസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും അത് പേപ്പർ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് കാണുന്നത്. സോ അതിൽ ജസ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കണക്റ്റ് എന്ന് കാണാൻ പറ്റും. സോ ജസ്റ്റ് ആ ഒരു കണക്റ്റിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേപ്പർ ട്രേഡിങ്ങിൻ്റെ ആ ഒരു അക്കൗണ്ട് ഇവിടെ എന്താ പറയുക ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഒരു അക്കൗണ്ട് ബാലൻസ് കാണാൻ പറ്റും. അത് ഒരു $1 lakh ആണ് നമ്മുടെ ഈ ഒരു ഇത് കാണിക്കുക. അത് ഈ ഒരു എമൗണ്ട് ആണെങ്കിൽ ഡോളേഴ്സിലാണ് കേട്ടോ. ഫസ്റ്റുള്ള ആ ഒരു കാര്യം പറയാം, ഈ ഒരു INR ഡോളേഴ്സിലാണ് ഇവിടെ ഇത് കാണിക്കുന്നത്. ഓക്കെ, സോ ഇനി ജസ്റ്റ് എന്താ പറയുക ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇനി എങ്ങനെ ട്രേഡ് എടുക്കേണ്ടത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ട്രേഡ് എടുക്കണത് ജസ്റ്റ് വേറെ ഒന്നുമില്ല, നമ്മൾ സാധാ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്ന ആ ഒരു രീതി തന്നെ. ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ടോപ്പ് ലെഫ്റ്റിൽ കാണുന്ന ആ ഒരു ബൈസെല്ല ആ ഒരു ഇതുവഴി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് അതൊരു എന്താ ചാർട്ടിൽ എവിടെയെങ്കിലും ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിലാരും എന്താ പറയുക ബൈസെല്ലിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഇത് വഴിയായാലും നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏതൊരു ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ ഇപ്പോൾ ഇപ്പോൾ ഇതിൽ ബൈ ആ ഒരു ഇത് ഓപ്ഷൻ വെച്ച് വാങ്ങിക്കുന്നതാണ്. സോ അതിനായിട്ട് ജസ്റ്റ് എന്താ പറയുക ബൈ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ യൂണിറ്റിൻ്റെ അവിടെ കാണാൻ പറ്റും. അതായത് ലൈക്ക് ഈ ഒരു യൂണിറ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് ആ ഒരു അത്രയും ക്വാണ്ടിറ്റി ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെക്കുക. അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം നോർമലായിട്ട് നമ്മൾ ആ ഒരു ട്രേഡ് എടുക്കണ ആ ഒരു ഇത്. ഓക്കെ, സോ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു മാർജിൻ ആ ഒരു ഇത് കാണാൻ പറ്റും. അതായത് ഈ ഇത്രയും ലോട്ടിന് അത് എത്ര രൂപയാണ് നിങ്ങൾക്ക് വരാം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇപ്പോൾ എന്താ പറയുക ബൈ ആണ് ബൈ ആയാലും സെല്ലാണ് സെല്ലായിട്ട് ജസ്റ്റ് ഇപ്പോൾ ഏതാണെന്ന് അതായത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നോർമലി അറിയാമല്ലോ. സോ അതിന് ശേഷം ജസ്റ്റ് എന്താ ഓർഡർ പ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ആ ഒരു ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. സോ ഇനി ഇതിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ കണ്ട് സിമ്പിളാണ്. ആ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ട്രേഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു ലൈവായിട്ടുള്ള ഒരു PNL ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു TPയും SL എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. സോ SL അതായത് സ്റ്റോപ്പ് ലോസ് ഒക്കെ ആണ് ജസ്റ്റ് ആ ഒരു SLൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ ഡ്രാഗ് ചെയ്ത് എവിടെയാണോ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്ട് മോഡിഫൈ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു SL അവിടെ പ്ലേസ് ആയിട്ടുണ്ടാവും. ടാർഗറ്റും ആ ഒരു സെയിം രീതി തന്നെ എവിടെയാണോ നമുക്ക് ആ ഒരു ടാർഗറ്റ് പ്ലേസ് ചെയ്യേണ്ടത് സോ അവിടെ കൊണ്ടുപോയി ജസ്റ്റ് ആ TP കൊണ്ടുപോയി ഡ്രാഗ് ചെയ്ത് വെക്കാണ്ട് മോഡിഫൈ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ $2000 പ്ലസ് പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ലോസ് ആണെങ്കിൽ നമുക്ക് $1000 പ്ലസ് ലോസും. സോ നിങ്ങൾക്ക് എന്താ 20 തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് എത്ര ഒരു പ്രോഫിറ്റ് കിട്ടും ലോസ് കിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിലും സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ ട്രേഡിങ് കാര്യങ്ങൾ അതായത് ജസ്റ്റ് ആണല്ലോ നമ്മൾ നോർമലി എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് ആ ഒരു സെയിം രീതി തന്നെ നിങ്ങൾക്ക് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാനാണെങ്കിൽ എന്താണ് ജസ്റ്റ് ഈ ഒരു X മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഒരു എന്താ പൊസിഷൻ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ ആ ഒരു ട്രേഡിംഗ് ബാലൻസിൻ്റെ ആ ഒരു ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് എൻ്റെ ആ ഒരു ട്രേഡിൽ ജസ്റ്റ് എനിക്ക് ഒരു $29 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു അക്കൗണ്ട് ബാലൻസിൽ കൂടിയാൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഒരു ഹിസ്റ്ററി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അടുത്ത ആ ഒരു ട്രേഡ്സിൻ്റെ കാര്യങ്ങൾ. അതായത് നമ്മൾ വെച്ചാൽ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്രോഫിറ്റ് ഓർഡേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ലൈക്ക് നമ്മൾ എങ്ങനെ നോർമലി ട്രേഡ് എടുക്കുന്ന ആ ഒരു സെയിം രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താ പറയുക കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ PNL അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ തന്നെ ഓർഡേഴ്സിൽ പോലെ എല്ലാം നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് ബാലൻസ് തീർന്നു പോയെന്ന് വിചാരിക്കുക. അത് ട്രേഡ് ചെയ്ത് ലോസ് വന്ന് അക്കൗണ്ട് ബാലൻസ് ഈ ഒരു ലൈക്ക് വാഷ് ഔട്ട് ആയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്താ വീണ്ടും റീസെറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു അക്കൗണ്ട് ബാലൻസ്. അതിനായിട്ട് ജസ്റ്റ് ആ ഒരു സെറ്റിങ്സിൻ്റെ ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഈ ഒരു റീസെറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ അക്കൗണ്ട് ബാലൻസ് വേണ്ടതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക എന്നിട്ട് റീസെറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഒരു അക്കൗണ്ട് എല്ലാവരും റീസെറ്റ് ഉണ്ടായത് പുതിയൊരു അക്കൗണ്ട് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് ബാലൻസും അവിടെ തന്നെ PNL എല്ലാം കാണാൻ പറ്റും. എല്ലാം
എങ്ങനെയാണ് നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു സെയിം രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റിൽ ജസ്റ്റ് ഫോറക്സ് മാർക്കറ്റിൽ ആ ഒരു ഇതിലൊക്കെ എങ്ങനെ ഈ ഒരു പേപ്പർ ട്രേഡ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് എന്താ ഈ ഒരു ഇതിൽ ജസ്റ്റ് ചാർട്ട് മാറ്റി കൊടുത്താൽ മതി. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് BTC ആ ഒരു ഇതിലല്ലേ കാണിച്ചത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു ചാർട്ടിലാണോ, അതായത് ഇപ്പോൾ ഫോറക്സിലാണോ ജസ്റ്റ് ഫോറക്സിൻ്റെ ഏതെങ്കിലും ഒരു ചാർട്ട് ഓപ്പൺ ചെയ്ത് ഈ ഒരു സെയിം രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനി ഞാൻ നിൽക്കുന്നത് ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് ആ ഒരു പേപ്പർ ട്രേഡിങ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഒരു ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസിൽ ആ ഒരു ഇതിലൊക്കെ എങ്ങനെ നമുക്ക് പേപ്പർ ട്രേഡ് ചെയ്യാം ആ ഒരു കാര്യങ്ങൾ ഞാൻ ഇനി കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താ പറയുക, ഒരു ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ആപ്പ് സ്റ്റോറിൽ ചെന്ന് ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു ആപ്പ് കിട്ടുന്നതാണ്. ജസ്റ്റ് എന്താ ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക്. ആ ഒരു ഇതുവഴിയായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യും ഒരു ആപ്പ്. സോ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയി കാണാൻ സാധിക്കുന്നത്. സോ അതിൽ ജസ്റ്റ് എന്താ പറയുക, നിങ്ങൾക്ക് അടിയിലൂടെ 26 സെക്കൻഡ് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ഇതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ അവിടെ എന്താ പറയുക, നിങ്ങൾക്ക് ഏതൊരു ചാർട്ടാണോ, അതായത് ലൈക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഏതിലാണോ ട്രേഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാമോ, ജസ്റ്റ് ഒരു എന്താ ഒരു ഓപ്ഷൻസിലാണ് ട്രേഡ് ചെയ്ത് കാണിച്ചു തരാമോ, ലൈക്ക് ഒരു നിഫ്റ്റിയുടെ ഒരു ഓപ്ഷൻസിലാണ്. സോ അപ്പോൾ എന്താ ഞാൻ ജസ്റ്റ് എന്താ പറയുക, എൻ്റെ ഒരു ഞാൻ ഏതൊരു ചാർട്ടാണോ, അത് നിഫ്റ്റിയുടെ ഏതൊരു ഓപ്ഷനാണോ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിളാണ്, ഞാനിപ്പോൾ ഇതിലെന്താ Nifty 50 ആ ഒരു ലൈക്ക് ഇപ്പോഴത്തെ ഏതാണോ സ്ട്രൈക്ക് പ്രൈസ് ഉള്ളത് ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്ത് ഞാനിപ്പോൾ എന്താ പറയുക, ഒരു ടൈപ്പ് ചെയ്യാനാണ്. അത് ജസ്റ്റ് വേറെ ഒന്നുമില്ല, സാധാരണ നിങ്ങൾ എങ്ങനെയാണ് ഒരു വാച്ച് ലിസ്റ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾ എന്താ ട്രേഡ് ചെയ്യാനായിട്ട് ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതൊട്ട് സെയിം ആ ഒരു തന്നെ ജസ്റ്റ് ചെയ്ത് ഇതാണോ വേണ്ടതായിട്ട് സെർച്ച് ചെയ്യുക. അതിന് ശേഷം ആ ഒരു സൈഡിൽ കാണുന്ന ഒരു പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിൻ്റെ അതിൽ ഒരു ആഡ് ആവുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിൻ്റെ അതിൽ നമുക്ക് ആഡ് ചെയ്ത 2 ഓപ്ഷൻസും ആഡ് ആയിട്ടുണ്ട്. അതായത് CE ഓപ്ഷനും, അതായത് പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷൻ രണ്ടും ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഇനി ട്രേഡ് എടുക്കാനായിട്ട് എന്താണ്, നിങ്ങൾക്ക് ഏതൊരു ഓപ്ഷനാണോ വേണ്ടത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് നമ്മൾ ഒരു എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ക്വാണ്ടിറ്റി ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ബൈ ആണോ സെല്ലാണോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരു സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താ നമ്മുടെ ഒരു ഇത് ബൈ ആവുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ജസ്റ്റ് നമ്മൾ സാധാ എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുന്നത് ആ ഒരു സെയിം ആ ഒരു രീതിയിൽ തന്നെ. അതിനുശേഷം ജസ്റ്റ് എന്താ ഒരു വാച്ചേഴ്സിന് തൊട്ടപ്പുറത്തുള്ള ഒരു ഓപ്ഷൻ, അതായത് ട്രേഡ് ലാബ്സ് എന്നുള്ള ഒരു ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ട്രേഡിൻ്റെ ലൈവ് ആയിട്ടുള്ള ഒരു ചെയ്യാൻ, അതായത് ജസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് റൺ ചെയ്യണം ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ്റെ ആ ഒരു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഗൈസ്, അപ്പോൾ ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഒരു ഇതിലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ആഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചത്. അതിനായിട്ട് ജസ്റ്റ് എന്താ ഒരു റൺ ചെയ്യണ ഒരു പൊസിഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അടിയിലായിട്ട്, അതായത് മോഡിഫൈയും സെല്ലും. സോ അതിൽ ജസ്റ്റ് ഒരു മോഡിഫൈ എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും മോഡിഫൈ ടാർഗറ്റ്, മോഡിഫൈ സ്റ്റോപ്പ് ലോസ്. സോ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ഇതിൽ നമുക്ക് ടാർഗറ്റ് എങ്ങനെ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ കാണിച്ചത്. അതിനായിട്ട് ജസ്റ്റ് ആ ഒരു എന്താ മോഡിഫൈ ടാർഗറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ ആ ഒരു ടാർഗറ്റ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതുകൂട്ട് തന്നെയാണ് സെയിം ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യേണ്ടത്. അവിടെ ജസ്റ്റ് ഒരു മോഡിഫൈ സ്റ്റോപ്പ് ലോസ്, എവിടെയാണോ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ഒരു എന്താ ജസ്റ്റ് ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. സോ ഇത്രേ ഉള്ളൂ നമുക്ക് എന്താ ഈ ഒരു ഇതിൽ നമുക്ക് എന്താ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ജസ്റ്റ് നമ്മൾ എങ്ങനെയാണോ സാധാരണ നമ്മളൊരു ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആ ഒരു സെയിം ആ ഒരു രീതിയിൽ തന്നെ. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത് നമുക്ക് എന്താ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലും അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോയിലൊക്കെ എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ആ ഒരു പേപ്പർ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചോദിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ജസ്റ്റ് ടെലിഗ്രാം വഴിയോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ബ്രൂ ടു സാനിങ് ഔട്ട്.